സ്റ്റേഷനുകൾ ഇന്ന് കേവലം യാത്രാ കേന്ദ്രങ്ങൾ മാത്രമല്ല, ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി ആശ്രയിക്കുന്ന വലിയ പാർക്കിംഗ് കേന്ദ്രങ്ങൾ കൂടിയാണ്. എന്നാൽ ഈ പാർക്കിംഗ് ഇടങ്ങൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന വലിയ ചോദ്യചിഹ്നമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയരുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ ഭീകരമായ തീപിടുത്തവും അതിനു പിന്നാലെ വടക്കാഞ്ചേരിയിലുണ്ടായ അറസ്റ്റും റെയിൽവേ ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ട സംഭവങ്ങളാണ്. സുരക്ഷാ പരിശോധന കർശനമാകുന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഏരിയയിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ ഉണ്ടായ സംഭവങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിൽ നിന്നും പെട്രോൾ ചോരുന്നത് ശ്രദ്ധയിൽപ്പെട്ട RPF ഉദ്യോഗസ്ഥർ നടത്തിയ സമയോചിതമായ ഇടപെടൽ ഒഴിവാക്കിയത് ഒരു വൻ ദുരന്തമാണ്. പെട്രോളിന്റെ ഗന്ധം പടർന്നതോടെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ചോർച്ച കണ്ടെത്തിയത്. ഉടനടി ഇന്ധന നോബ് ഓഫാക്കി അപകട സാധ്യത ഇല്ലാതാക്കി. തുടർന്ന് വാഹന ഉടമയെ RPF അറസ്റ്റ് ചെയ്യുകയും സെക്ഷൻ 154 പ്രകാരം കേസെടുക്കുകയും ചെയ്തു. തീപിടുത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള സാഹചര്യം സൃഷ്ടിച്ചുവെന്ന കുറ്റത്തിനാണ് നടപടി. റെയിൽവേ പരിസരത്ത് വാഹനം പാർക്ക് ചെയ്യുന്നവർ കേവലം ടിക്കറ്റ് എടുത്ത് മടങ്ങുകയല്ല വേണ്ടതെന്നും വാഹനത്തിന്റെ മെയിന്റനൻസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വടക്കാഞ്ചേരിയിലെ കർശന നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം ഞായറാഴ്ച പുലർച്ചെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ വലിയ തീപിടുത്തമാണ്. 300ഓളം ബൈക്കുകളാണ് അവിടെ കത്തിയമർന്നത്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടായത്. ദൂരസ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരുടെ വാഹനങ്ങളാണ് അവിടെ നശിച്ചത്. പലർക്കും തങ്ങളുടെ ഉപജീവന മാർഗമോ അല്ലെങ്കിൽ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനമോ ആണ് നഷ്ടപ്പെട്ടത്. ഈ തീപിടുത്തം നടക്കുമ്പോൾ ഫയർ സെക്യൂരിറ്റി സംവിധാനങ്ങൾ അവിടെ കാര്യക്ഷമമായിരുന്നു എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. ഇത്രയധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരിടത്ത് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ കരാറുകാരോ റെയിൽവേയോ സ്വീകരിച്ചിരുന്നില്ല എന്ന ആരോപണം ശക്തമാണ്. നഷ്ടപരിഹാരത്തിന്മേലുള്ള തർക്കവും റെയിൽവേയുടെ നിലപാടും തൃശൂരിലെ ദുരന്തത്തിൽ വാഹനം നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യത്തിൽ റെയിൽവേ കൈക്കൊള്ളുന്ന നിലപാട് കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് വാഹനം സുരക്ഷിതമായി സൂക്ഷിക്കാനാണെന്നിരിക്കെ അപകടമുണ്ടാകുമ്പോൾ ഉത്തരവാദിത്തം ഏൽക്കാൻ അധികൃതർ തയ്യാറാകാത്തത് നീതീകരിക്കാനാവില്ല. സീസൺ ടിക്കറ്റുകാരിൽ നിന്നും മറ്റും ഉയർന്ന തുക ഈടാക്കുമ്പോൾ റെയിൽവേക്കും കരാറുകാർക്കും ആ വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യതയുണ്ട്. എന്നാൽ നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് കരാറുകാർ ഒഴിഞ്ഞു മാറുകയാണ്. ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത വാഹനങ്ങളുടെ ഉടമകൾ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. റെയിൽവേ പാർക്കിംഗിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം സംസ്ഥാനത്തെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലും പാർക്കിംഗ് സംവിധാനം പരിതാപകരമാണ്. മിക്കയിടങ്ങളിലും കടുത്ത വെയിലിലും മഴയിലുമാണ് വാഹനങ്ങൾ കിടക്കുന്നത്. ഇത് പെട്രോൾ ബാഷ്പീകരിക്കപ്പെടാനും വാഹനങ്ങളുടെ ടയറുകൾക്കും ബോഡിക്കും കേടുപാടുകൾ സംഭവിക്കാനും കാരണമാകുന്നുണ്ട്. അനുവദനീയമായതിലും അധികം വാഹനങ്ങൾ കുത്തിനിറച്ച് പാർക്ക് ചെയ്യുന്നത് അപകട സമയത്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നുണ്ട്. പെട്രോൾ ഊറ്റിയെടുക്കൽ, മീറ്ററുകളും ഇൻഡിക്കേറ്ററുകളും തകർക്കൽ തുടങ്ങിയവ പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ പതിവാണ്. കൃത്യമായ CCTV നിരീക്ഷണമോ സെക്യൂരിറ്റി ജീവനക്കാരുടെ സാന്നിധ്യമോ പലയിടത്തുമില്ല. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് റെയിൽവേയുടെ ഇലക്ട്രിക്കൽ, കൊമേഴ്ഷ്യൽ വിഭാഗങ്ങൾ ചേർന്ന് സംയുക്തമായി ഫയർ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് സാധ്യതകൾ കുറയ്ക്കുന്നതിനും അഗ്നിശമന ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനും ഈ പരിശോധനകൾ സഹായിക്കും. എങ്കിലും റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു സമഗ്രമായ പാർക്കിംഗ് പോളിസി അത്യാവശ്യമാണ്. വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിയമ നടപടികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെക്കുന്നതിന് മുൻപ് ഇന്ധന ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തുക. എഞ്ചിൻ അമിതമായ ചൂടായ അവസ്ഥയിൽ ഉടൻ തന്നെ പാർക്ക് ചെയ്യാതിരിക്കുക. കൃത്യമായ ഇൻഷുറൻസ് രേഖകൾ കൈവശം വെക്കുക. ലോക്കുകൾ കൃത്യമായി ഇടുകയും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാഹനത്തിൽ വയ്ക്കാതിരിക്കുകയും ചെയ്യുക. വടക്കാഞ്ചേരിയിലെ RPF നടപടി ഒരു മുന്നറിയിപ്പാണ്. നിയമങ്ങൾ പാലിക്കാൻ യാത്രക്കാർ ബാധ്യസ്ഥരാണെന്ന പോലെ തന്നെ ഈടാക്കുന്ന തുകയ്ക്ക് അനുസൃതമായ സുരക്ഷ നൽകാൻ റെയിൽവേയും ബാധ്യസ്ഥരാണ്. തൃശൂരിലെ ദുരന്തത്തിന് ഇരയായവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാനും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും റെയിൽവേ മന്ത്രാലയം അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. യാത്രക്കാരുടെ സുരക്ഷ എന്നത് കേവലം ട്രെയിനിലെ യാത്രയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അത് സ്റ്റേഷൻ പരിസരങ്ങളിലും ഉറപ്പാക്കേണ്ടതുണ്ട്.